ഇലക്ട്രൽ ബോണ്ടിനെ അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചതും നമ്മളെല്ലാം അതിനെ എതിർക്കുന്നത് ഒരു കാര്യം കൊണ്ടാണ്. BJP ഇതൊരു അഴിമതിക്ക് ഉള്ള ഒരു ന്യൂജൻ അഴിമതിക്ക് വേണ്ടിയുള്ള ഒരു സംഭവമാക്കി മാറ്റി. അവിടെ അന്വേഷണ വിധേയമായ കമ്പനികൾ അവിടെ CBIയോ EDയോ അന്വേഷണം നടത്തും. അവർ കൊണ്ട് BJPക്ക് ബോണ്ട് കൊടുക്കുന്ന ഒരു പ്രക്രിയ, ബോണ്ട് എടുക്കുന്ന പ്രക്രിയ. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് CPM എന്ന് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ എല്ലാ നേതാക്കന്മാരും മേളിൽ പോലും താഴെത്തട്ട് വരെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടമുണ്ടാണ്. ഇവിടെ ഞാൻ യാദർശ്യമായിട്ട് CPMന്റെ ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഫണ്ടിനെ കുറിച്ചുള്ളത് എൻ്റെ കൈവശമുണ്ട്, നിങ്ങൾക്ക് വിതരണം ചെയ്യാം. അതിൽ ഈ വിവാദപരം എന്ന് വിശേഷിപ്പിക്കാവുന്ന എല്ലാ കമ്പനികളുടെ കയ്യിൽ നിന്നും CPMന്റെ ബാലൻസ് ഷീറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ പണം വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളത്. സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് മാത്രം അതിന്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലില്ല, നിങ്ങൾക്ക് പരിശോധിക്കുമ്പോൾ കിട്ടും. കാരണം അത് 80ഓളം കമ്പനികളുണ്ട്. ആ 80 കമ്പനികളിൽ ഏത് കമ്പനിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. എന്താണെങ്കിലും സാന്റിയാഗോ മാർട്ടിൻ CPMനെ സംബന്ധിച്ചിടത്തോളം, പിണറായിയെ സംബന്ധിച്ചിടത്തോളം അനഭിമിതനല്ല നമുക്കറിയാം. VS ഈ ലോട്ടറി രാജാവിനെതിരെയും ഇതിനെതിരെ ശക്തമായ നിലപാടെടുത്ത ഒരു കാലഘട്ടത്തിൽ തന്നെ സാന്റിയാഗോ മാർട്ടിൻ്റെ ഇന്ന് അന്ന് ബോണ്ട് വാങ്ങിച്ചതാണ് CPM ദേശാഭിമാനി. അതുകൊണ്ട് അത് അവർക്ക് അനഭിമിതരല്ല. എന്നാൽ അതിന് ശേഷം വന്നിട്ടുള്ളത് രാജ്യത്ത് ഏറ്റവും വലിയ CBIയുടെ അന്വേഷണ വിധേയമായി നിൽക്കുന്ന കമ്പനി മേഘ കൺസ്ട്രക്ഷൻസ് ആണ്, മേഘ എഞ്ചിനീയറിംഗ്. അവരാണ് 2ാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ബോണ്ട് വാങ്ങിച്ചിട്ടുള്ളത്. മേഘ എഞ്ചിനീയറിംഗ് CPMന് പണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നവയുഗ എഞ്ചിനീയറിംഗ് വീണ്ടും ഒരു വിവാദ കമ്പനിയാണ്. മാത്രവുമല്ല ഒരു അദാനിയുമായിട്ട് ചേർന്നുള്ള ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനിയും ഉണ്ട് നവയുഗയ്ക്ക്. ഈ നവയുഗ ഏതാണെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ വർഷം ഉത്തരാഖണ്ഡിൽ ഒരു ടണൽ പണിതത് മറിഞ്ഞു വീണ് 16 പേര് അകത്തായ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ നിർമ്മാണ കമ്പനിയാണ് നവയുഗ. 2016-17 കൊടുത്തിട്ടുണ്ട്, 19-20 കൊടുത്തിട്ടുണ്ട്. ഈ കാലയളവിലെല്ലാം നവയുഗയും CPMന് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും അധികം ഇതിൽ വിവാദത്തിൽ വന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണ്. ദേശീയ തലത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഗെയിമിംഗ്, മേഘ കൺസ്ട്രക്ഷൻസ്, നവയുഗ, പിന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്. ആ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൽ ഹെട്രോ ഡ്രഗ്സ്, ഔറോബിന്ദ ഫാർമ, നാറ്റ്കോ ഫാർമ, ഡോക്ടർ റെഡ്ഡീസ് തുടങ്ങി ഫാർമ കമ്പനികളും CPMന് സംഭാവന നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയും, കേരളത്തിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച 2 കമ്പനികളേ ഉള്ളൂ. ഒന്ന് കിറ്റെക്സും ആയിരുന്നു, ഒന്ന് മുത്തൂറ്റും ആയിരുന്നു. ഈ കിറ്റെക്സും മുത്തൂറ്റും 2 പേരും CPMന് സംഭാവന നൽകിയിട്ടുണ്ട്. അന്നേരം ഇതിൽ ഞാനിപ്പോഴും പറയുന്നത്, വ്യവസായ സംരംഭങ്ങളുടെ നിന്ന് പണം സ്വരൂപിച്ചാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇത്തരം വിവാദ കമ്പനികളിൽ നിന്ന് ഞങ്ങൾ ബോണ്ട് വാങ്ങിച്ചില്ല എന്ന് മേനി നടിക്കുന്നവർ കേരളത്തിൽ ആകെ ഒരു ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് ഞങ്ങളാണ് ശരി എന്ന് പറയുന്നവർ ഇത്തരം കമ്പനികളിൽ നിന്ന് അല്ലാതെ പണം വാങ്ങിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നൂടെ പരിശോധിക്കണം. ഈ ലിസ്റ്റ് നിങ്ങൾക്കൊക്കെ തരുന്നുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഞാൻ ഒറ്റ നോട്ടത്തിൽ നോക്കിയപ്പം ഇല്ല, ലൈഫ് മിഷൻ വടക്കാഞ്ചേരിയുടെ യൂണിറ്റെക്കും കൊടുത്തിട്ടുണ്ട് കാശ്. യൂണിറ്റെക്കും 2 തവണയായിട്ട് കൊടുത്തിട്ടുണ്ട് കാശ്. എന്നിട്ട് അതൊക്കെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ബാക്കി ആരൊക്കെയാണ് ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് മരുന്ന് നൽകുന്ന ഏതൊക്കെ ഫാർമാസ്യൂട്ടിക്കൽ കമ്പനി വന്നിട്ടുണ്ട് ഇല്ലെന്നൊക്കെ അത് നിങ്ങൾക്ക് പരിശോധിക്കാം. പക്ഷേ ഈ വാദം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. ഇലക്ട്രൽ ബോണ്ട് എന്ന പേര് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വാങ്ങിച്ചില്ല എന്നല്ല അത് പറയുമ്പോൾ, ഈ വിവാദ കമ്പനികളിൽ നിന്നെല്ലാം
CPM പണം പറ്റിയിട്ടുണ്ട് എന്ന് അവരുടെ തന്നെ രേഖകൾ തെളിയിക്കുന്നതാണ്. ഇത് പുറത്തുവിടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു പത്രസമ്മേളനം വിളിച്ചത്.